ഹലോ, വെൽക്കം ടു നോ ലിമിറ്റ്സ് സിന്ധു. ഇന്ന് നമുക്കൊരു അരിക്കൂന്തൽ ഉണ്ടാക്കാമേ. ആദ്യമായി ഞാൻ കൂന്തൽ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ കൂന്തലാണ്. അത് നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കളഞ്ഞ്, ഇതിപ്പോൾ 1/2 കിലോ കറക്റ്റായിട്ടുണ്ടാവില്ല, അതൊക്കെ പോയതിന് ശേഷം ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കണേ. നമുക്ക് എല്ലാം ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സ്ലൈസ് ചെയ്തത് ഒരു പാത്രത്തിലോട്ടിട്ട് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് മുങ്ങാനുള്ള വെള്ളം ഒഴിക്കാം. അതായത് തീരെ കുറച്ചാവരുത്. ഈ നമ്മൾ പാത്രത്തിലിട്ട കൂന്തലില്ലേ, അത് മുങ്ങിക്കിടക്കണം. അതിനുള്ള വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് നമുക്കത് വേവിക്കാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് ഒരു സവോള, 1/2 കിലോന് ഒരു സവോള മതിയാവും. ഒരു സവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് വറ്റി വരുമ്പോൾ ഇതിലോട്ട് ചേർക്കാമേ. ഈ സവോളയും മാത്രമേ ഇതിൻ്റെ അത് ചേർക്കേണ്ടുള്ളൂ. കാരണം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും സവോളയും മാത്രം. ഇങ്ങനെയുള്ള ഷെൽ ഫിഷിനൊക്കെ നമ്മൾ ഒരുപാട് മസാലകളൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ തനതായ രുചിയില്ലേ, അത് പോവും എന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അധികം മസാലകൾ ഇങ്ങനെയുള്ള ഫിഷിന് ചേർക്കാറില്ല. അങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് മൊരിച്ചെടുക്കാം. ഈ ഉള്ളി സവോള ഉണ്ടല്ലോ, അത് കൂന്തലിലോട്ട് നന്നായി പിടിച്ച് വരണം. അങ്ങനെ നമുക്കിത് നന്നായിട്ടൊന്ന് മൊരിച്ച് വെച്ച് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാമേ. ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു 2 കപ്പ് അരിപ്പൊടി. ഈ അരിപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നമ്മൾ വാങ്ങുന്നതിൻ്റെ ആ ഒരു ഭയങ്കര വൈറ്റ് കളറൊന്നും കിട്ടില്ല. അപ്പോൾ അത് എടുത്ത് നമുക്ക് 1 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഒരു 5 ചെറിയുള്ളി ചതച്ചത്, പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പിന്നെ അതിൻ്റെ അകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കത് പാകത്തിന് കുഴച്ചെടുക്കാം. അതായത് നമുക്ക് ഉരുളകളാക്കാനുള്ള ഒരു പാകമാകുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ, അതേപോലെ കുഴച്ചെടുത്ത് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത് കൈ കൊണ്ട് തന്നെ കുഴയ്ക്കുന്നതാണ് നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ച് പൊള്ളൽ സംഭവിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഗ്ലൗസ് ഇട്ടത്. ഇനി ഇതേപോലെ ഉരുളകളാക്കുക. ഉരുളകളാക്കി നമുക്കത് നന്നായിട്ടൊന്ന്, അത് ഇങ്ങനെ ഭയങ്കര ഷേപ്പൊന്നും ആവണ്ട, നമുക്കത് മസാല വെക്കാനുള്ള ഒരു പരുവത്തെ നമുക്ക് ആക്കിയിട്ട് നമുക്കിതേപോലെ മസാല അതിൻ്റെ ഉള്ളിൽ വെച്ച് ഇതിനെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചെടുക്കാമേ. ഒട്ടിക്കുന്നത് കാണിക്കാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു. ഓക്കെ, ഇതേപോലെ വെച്ച് നമുക്ക് ഈ ബിഗിനേഴ്സിനൊക്കെ ചിലപ്പോൾ ഇത് അറിയണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ വെച്ച് നമുക്ക് ഇത് ഇതേപോലെ ആക്കിയെടുത്ത് ഒട്ടിച്ചൊട്ടിച്ച് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ പിടിച്ച് കഴിയുമ്പോൾ നമുക്കതിങ്ങനെ ഉരുട്ടി അതിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. ഇതേപോലെ ഇങ്ങനെ ആക്കി ഫുൾ അതിൻ്റെ ഉള്ളിൽ കവറായിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ഈ ഒരു ഷേപ്പിലാക്കിയെടുക്കാം. അങ്ങനെ നമുക്ക് ഫുൾ ഉരുളകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കൊരു ആവിച്ചെമ്പ് അടുപ്പത്ത് വെച്ച് ഇതൊക്കെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാമേ. ഞാനൊരു ഇല വെച്ചിട്ടുണ്ട്, വാഴയില വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് ഇതൊക്കെ വെച്ച് നമുക്ക് ആവിയിൽ ഇത് വേവിച്ചെടുക്കാം. ഇത് ആക്ച്വലി ഇത് ആവിയിൽ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഫുള്ള് കുക്കായിട്ടുണ്ടാവുമല്ലോ. പിന്നെ അതിൻ്റെ വേറെ കുക്കിങ്ങൊന്നും ആവശ്യമില്ല. പക്ഷേ നമുക്കിത് പിന്നെ കഴിക്കാനൊരു വേറെ തന്നെ ഒരു രുചിക്ക് വേണ്ടി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് ഷാലോ ഫ്രൈ, ഈ മീനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കൂലേ, അതുപോലെ മതിയേ. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റി ഇത് ഡിപ്പ് ചെയ്യാനുള്ള ഒരു മസാലയും കൂടി ഉണ്ടാക്കാമേ. അതിന് വെറുതെ അതായത് കുറച്ച് മുളക് പൊടി, അതായത് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് നമുക്കൊരു അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് നമുക്കതൊന്ന് കലക്കിയെടുക്കാം. അതായത് ഒരുപാട് കുഴമ്പനോ വേണ്ട, പക്ഷേ കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി നമ്മളുടെ ഉണ്ടാക്കി വെച്ച ഇതില്ലേ അതിൻ്റെ
അതിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്ത് അതിൻ്റെ കളറൊന്ന് മാറാനുള്ള അത്രയും മതി. ഇനി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് ഓരോന്നായിട്ട് അതിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്ത് ഇതേപോലെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാമേ. ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തേങ്ങ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ അരിമാവിൽ നന്നായി തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ ആ മാവിന് ആ പുറത്തുള്ള ആ ഒരു കോട്ടിങ്ങില്ലേ അത് കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും. ഇതേപോലെ 2 സൈഡും നമ്മൾ മൊരിയിച്ചെടുക്കുക, സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അതിൻ്റെ ഉള്ള ഒരു നമ്മളുടെ കൂന്തലില്ലേ അതും ഈ ഒരു മാവും എല്ലാം കൂടെ ആവുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും മറക്കാണ്ട് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു. ഇഷ്ടമായാൽ സ്നേഹം തരണേ, മറക്കരുത്.